വെൽക്കം ടു ലെജൻസ്. നമ്മുടെ ചേട്ടൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നമ്മുടെ ഫസ്റ്റ് വൺ വരുന്നത് നല്ലൊരു പിങ്കിന്റെ ഷെയ്ഡ് ആട്ടോ. അതായത് പിങ്കും ചെറുതായിട്ടൊരു പീച്ച് ടോണോട് വരുന്നുണ്ട്. എന്തായാലും മോഹത്തിന് എല്ലാവർക്കും ചേരുന്ന ഷെയ്ഡ് തന്നെയാണ്. പിന്നെ ഇന്നോട്ട് നമുക്ക് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ എല്ലാം ഫോട്ടോസ് ആയിട്ട് നമ്മൾ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ അകത്ത് സ്ക്രീൻഷോട്ട് എടുക്കും. ഇൻ കേസ് ചിലതിങ്ങനെ മൊത്തത്തിൽ ഓപ്പൺ ചെയ്യാതൊക്കെ കാണുന്നവരുണ്ട്. അപ്പം ചിലപ്പോൾ അത് കിട്ടത്തില്ല, കറക്റ്റായിട്ട് ബാർകോഡ് കിട്ടത്തില്ല. നിങ്ങൾ അതിനകത്തേക്കാളും എനിക്ക് തോന്നുന്നു കുറച്ച് സ്ക്രീൻഷോട്ടിനേക്കാളും എളുപ്പമായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാനും എളുപ്പം നേരെ അതിൻ്റെ മേളിൽ തന്നെ എല്ലാത്തിനും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നേരെ സൈറ്റിൽ ചെല്ലുക. ബൈന് കൊടുത്താൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അവൈലബിലിറ്റി കിട്ടും. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അതിൻ്റെ അകത്താകുമ്പോൾ അത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലെങ്ത് കാര്യങ്ങളും എല്ലാം നമ്മൾ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇച്ചിരി ഈസി ആയിട്ട് ചെയ്യേണ്ടവർക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ പറഞ്ഞ പോലെ പിങ്ക് ആണ്. ഇത് ശരിക്കും ഈ ഒരു ടൈമിലോട്ടൊക്കെ ഇനി എല്ലാവരും തന്നെ പാർട്ടി വെയർ ഐറ്റംസും അങ്ങനെ ഒരുപാട് റേറ്റിൻ്റെ അല്ല, നമുക്കൊരു നോർമൽ രീതിയിലൊക്കെ ഉപയോഗിക്കാൻ ആ ഒരു ടൈപ്പ് റേഞ്ചിലുള്ള ഐറ്റംസ് ചോദിക്കുന്നുണ്ട്. എല്ലാ റേഞ്ചിലും കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, വീഡിയോസ് ഒത്തിരി എണ്ണം വരുന്നുണ്ട്. ഒന്നും മിസ് ചെയ്യാതെ എല്ലാം കണ്ടുകൊള്ളുക. എല്ലാത്തിൻ്റെയും നമ്മൾ വെബ്സൈറ്റിലും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, നോക്കിയാൽ മതി. അപ്പോൾ ഇതിന് നമുക്ക് ഏകദേശം 1500 ഈ ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ഒരു റേഞ്ചാണ്. കാരണം ഇതിൻ്റെ മെറ്റീരിയലും നല്ല കേട്ടോ. ജൂട്ട് പോലെ ഏകദേശം നമുക്ക് കാഴ്ചയ്ക്ക് തോന്നിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ലിനൻ്റെ തന്നെ സിൽക്ക് മിക്സ് ആയിട്ടുള്ള ഫാബ്രിക്കാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. കാണാൻ നല്ല ഗ്രാൻഡ് ലുക്കുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതിനകത്ത് ചെറിയ ഗ്ലാസ് വർക്ക് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ നമുക്ക് ഹാൻഡ് വർക്കൊക്കെ മടുത്തിരിക്കുന്നവർക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സിമ്പിൾ പക്ഷേ എന്നാൽ കാണാൻ നല്ല ലുക്കുള്ള സൈസ് ഐറ്റംസ് നോക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന പാറ്റേണാണ്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. അതിൽ ഫുള്ള് ടോപ്പിൽ ചെറുതായിട്ടൊരു സെൽഫ് ചെക്ക് പോലത്തെ ഒരു ഡിസൈൻ മൊത്തത്തിൽ പോയിട്ടുണ്ട്. ഒരുപാട് വിസിബിൾ ആയിട്ടുള്ള രീതിയിലല്ല, ലൈറ്റ് ആയിട്ടൊരു രീതിയിൽ മൊത്തത്തിൽ ഒരു ചെക്ക് പാറ്റേൺ പോയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഫുള്ള് കുഞ്ഞു കുഞ്ഞു ഗ്ലാസ് വർക്കും വരുന്നുണ്ട്. സിമ്പിൾ ആണെങ്കിലും നല്ല ലുക്കുള്ള ഐറ്റമാണ്. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ടയും കണ്ടില്ലേ, ഇതിൻ്റെ അകത്തോട്ടും ആ ഒരു ലൈൻ പോലെ നമുക്കത് എടുത്ത് കാണാൻ പറ്റും. ജൂട്ട് പോലെ ഏകദേശം ഫീൽ ചെയ്യുന്ന രീതിക്കാണ് ആ ഒരു ഡിസൈൻ പോയേക്കുന്നത്. അത് സെൽഫായിട്ട് പോയേക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബോർഡറിൽ ഈ രണ്ട് ഒരു ചെറുതായിട്ടൊരു ലൈറ്റ് പീച്ച് ഇതിലൊരു വൈറ്റ് മിക്സ് ആയിട്ടൊരു ഡിസൈൻ ഇങ്ങനെ ലൈൻ പോലെ പോയിട്ടുണ്ട്. അതിൽ നിറയായിട്ട് ഗ്ലാസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അകത്തോട്ടല്ല, ഈ ഒരു ബോർഡർ പോർഷനിൽ താഴെ ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക് കേട്ടോ. സെയിം പിങ്കിന്റെ ഷെയ്ഡ് തന്നെ. മൊത്തത്തിൽ നല്ല കളേഴ്സും ലൈറ്റ് ഷെയ്ഡ്സ് ആണ്. എല്ലാം നല്ല ഷെയ്ഡ്സാണ്. പിന്നെ നമ്പർ W267, റേറ്റ് 1580 1580. അടുത്ത ഷെയ്ഡ് ലൈറ്റ് ഗ്രീൻ്റെ ഷെയ്ഡ്, ഒരു പിസ്ത ഗ്രീൻ്റെ ഒക്കെ ലൈറ്റ് ഷെയ്ഡ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ അകത്തും സെയിം തന്നെ കുഞ്ഞ് ഗ്ലാസ് വർക്ക് കൊടുത്തിട്ടുണ്ട്. താഴെ ടാസിലും കല്ലും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഒരുപാട് അങ്ങനെ ഈ ബാക്ക് സൈഡിൽ ഒത്തിരി ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്ന സൈസ്, ഭയങ്കര വൈറ്റ് എടുത്ത് നിൽക്കുന്ന രീതിക്കല്ല, നോർമൽ രീതിയിലുള്ള സിൽക്കിലൊക്കെ വരുന്ന പോലത്തെ ഒരു ലുക്കാണ് ഇതിനും വരുന്നത്. ലെങ്ത്ത് നന്നായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കറക്റ്റ് ലെങ്ത് അറിയണമെങ്കിൽ സൈറ്റിൽ നോക്കിയാൽ മതി. ലിങ്ക് എല്ലാത്തിനും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾ സൈറ്റിൽ കയറി സെർച്ച് ചെയ്ത് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. ലിങ്കിൽ നേരെ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. പിന്നെ അതിനകത്ത് ബൈനോ കൊടുത്താൽ നിങ്ങളുടെ നമ്പറിലോട്ട് ഈ ഐറ്റം അവൈലബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് ബുക്ക് ആവുകയും ചെയ്യും. ഒരു 5 മിനിറ്റത്തിന് നിങ്ങളുടെ നമ്പറിൽ ബുക്ക് ആവും. അപ്പോൾ പേയ്മെൻറ്റ് ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തോളൂ. അത് കഴിഞ്ഞാൽ പിന്നെ എക്സ്പയർ ആയാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, ഒന്നുകൂടെ ബുക്കിങ്ങിൽ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏകദേശം ഒരു ഇത് വരുന്നത്. കളർ നോക്കിയാൽ മതി. എനിക്ക് ഇഷ്ടമുള്ളത് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തു. ഇതൊരു ലൈറ്റ് ഗ്രീൻ്റെ ഷെയ്ഡ്. നമ്പർ W266, റേറ്റ് 1580. അടുത്ത് നല്ല കളറാട്ടോ. ലാവൻഡറിൻ്റെ തന്നെ കുറച്ചൊരു ബ്ലൂ മിക്സ് ആയിട്ടുള്ളൊരു കളറില്ലേ, വയലറ്റ് ഒക്കെ മിക്സ് ആയിട്ടുള്ള ടോണില്ല. അതാണ് ലൈറ്റ് ഷെയ്ഡ്. പക്ഷെ നല്ല രസമായി കളർ കാണാനായിട്ട്. ഇതും എല്ലാവരും തന്നെ ഇങ്ങനെ സെലക്ട് ചെയ്യാറുള്ള, പെട്ടെന്ന് സെലക്ട് ചെയ്യാറുള്ള ഒരു ഷെയ്ഡാണ്. നമ്മുടെ പീച്ച് പിങ്ക് പോലെയൊക്കെ തന്നെ അത്രയും എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട ഒരു കളറാട്ടോ. ഇതും എല്ലാം ഞാൻ പറഞ്ഞത് നല്ല ഷെയ്ഡ്സ് വെച്ചാൽ എല്ലാം ചെയ്തേക്കുന്നത്. ലൈറ്റ് ഷെയ്ഡ്സ്, തീരെ ലൈറ്റ് അല്ല കേട്ടോ. അത്യാവശ്യം നല്ല കളേഴ്സാണ്. ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതാ സെയിം കളർ തന്നെ. നമുക്ക് തയ്ച്ചിട്ടാൽ നല്ല ലുക്ക് കിട്ടുന്ന കളേഴ്സ് ആയാലും. ഇതിൻ്റെ നമ്പർ W268, റേറ്റ് 1580. നമ്മുടെ നാലാമത്തെ ഷെയ്ഡ് വരുന്നത് ഇതും നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര ബ്ലൂ പോലെ തോന്നിക്കുന്നുണ്ടോ? ഭയങ്കര ബ്ലൂ അല്ല, ഗ്രീനിഷ് ബ്ലൂ കളറാണ്. പക്ഷെ എന്നാൽ ബ്ലൂ തന്നെയാണ്, എന്നാൽ ഭയങ്കര ബ്ലൂ അല്ല, ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കളർ. എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാവരും പറയുന്നത് കണ്ടിട്ട് നേരിട്ട് കാണാൻ തന്നെയാണ് കുറച്ച് നല്ലത്. കാരണം ഇതിൻ്റെ അകത്ത് ലൈൻ വരുന്നതുകൊണ്ട് ഇതിൽ ആ കളർ രണ്ടും കൂടെ മിക്സ് ആയിട്ട് കുറച്ച് ലൈറ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്നത്. നേരിട്ട് കുറച്ചുകൂടെ നല്ല ഷെയ്ഡാണ് കേട്ടോ. കാരണം ഇങ്ങനെ ലൈൻ വരുന്നതിലൊക്കെ ആ ഡാർക്കർ ഷെയ്ഡ് നമുക്ക് കറക്റ്റായിട്ട് കുറച്ചുകൂടെ എടുത്ത് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു ഐറ്റത്തിന് നേരിട്ട് കാണാൻ കുറച്ചുകൂടെ ഭംഗി കൂടുതലുണ്ട്. അതുകൊണ്ട് ഈ ടൈപ്പ് പാറ്റേൺ നോക്കുന്നവർക്ക് നല്ല ഐറ്റമാണ്. ഒരു ഓവറായിട്ട് വലിയ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ആ ഒരു രീതിയിലൊക്കെ ഇടാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്കൊരു സിൽക്ക് പോലൊക്കെ അതിൻ്റെ ഒരു ടച്ച് കിട്ടുന്ന രീതിക്കുള്ളതാണെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഐറ്റം കേട്ടോ. നല്ല ലെങ്ത്തും ഉണ്ട്. പിന്നെ ഫുള്ളായിട്ട് ഗ്ലാസ് വർക്കും കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ഗ്ലാസ് വർക്ക്, അതും വലിയ ഓവറായിട്ടൊന്നുമില്ല. ദുപ്പട്ടയുടെ ബോർഡറിൽ മാത്രമേ ആ ഒരു ഡിസൈനുള്ളൂ. താഴെ ആസിൽസ് ഉണ്ട്. അകത്തോട്ട് ശരിക്കും ആ ഒരു ജൂട്ടിൻ്റെ സിൽക്കിൻ്റെ ഒക്കെ ഒരു ഫിനിഷ് കിട്ടുന്ന രീതിക്കാണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് ഒരു ബോർഡർ ഉണ്ട്, അത് അതിനൊരു ഭംഗി കൂടുതൽ തന്നെയാണ്. ബോട്ടം സെയിം കളർ തന്നെ. നമ്പർ W269, റേറ്റ് 1580.